നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കുണ്ടായ കനത്ത തോൽവിയിൽ ബി ജെ പിക്കുള്ളിൽ വലിയ കലഹമാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആ സ്ഥാനമൊഴിയണം എന്നതടക്കമുള്ള വിമർശനവുമായി പല നേതാക്കളും രംഗത്ത് വരുന്നു. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ബി ജെ പി ദേശീയ നേതൃത്വം ആരുടെയും രാജി ആവശ്യമില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. പക്ഷേ പാലക്കാട്ട് വിവാദങ്ങൾ ഒതുങ്ങുന്നില്ല. പാലക്കാട്ട് ബി ജെ പിയിൽ വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ബി ജെ പി നേതൃത്വത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ട്. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ബി ജെ പിയിൽ പൊട്ടിത്തെറി തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയും പാലക്കാട് ചുമതലയുണ്ടായിരുന്ന പ്രഭാരി രഘുനാഥിനെതിരെയും സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെയും ഒക്കെ ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ രംഗത്തെത്തി. അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. തോൽവിയിൽ നേതൃത്വത്തിന്റെ വിലയിരുത്തലുകളെല്ലാം തള്ളുകയാണ് അദ്ദേഹം ചെയ്തത്. കൗൺസിലർമാരുടെ തലയിൽ തോൽവിയുടെ ഉത്തരവാദിത്തം കെട്ടിവെക്കരുത് എന്നാണ് പറയുന്നത്. പ്രഭാരി രഘുനാഥ് AC മുറിയിൽ ഉറങ്ങുകയായിരുന്നു എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായി. പ്രഭാരിയുടെ ജോലി AC റൂമിൽ ഉറങ്ങലല്ല എന്നും പറഞ്ഞു ശിവരാജൻ. കൗൺസിലർമാരല്ല തോൽവിക്ക് കാരണം, വോട്ട് കുറഞ്ഞതിന്റെ കാരണം കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് ചോദിക്കണം എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ശിവരാജൻ ഉയർത്തിയത്. അതിനു പിന്നാലെ ഈ മണിക്കൂറിൽ ഇപ്പോൾ പാലക്കാട് നിന്ന് മറ്റൊരു വിവാദം കൂടി ഉടലെടുക്കുകയാണ്. അത് ലഡ്ഡു വിവാദമാണ്. പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ലഡ്ഡു സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് UDFന്റെ വിജയത്തിൽ ലഡ്ഡു സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. അതേസമയം കെ സുരേന്ദ്രൻ ചെയ്യുന്നത് പാലക്കാട് തോൽവിയുടെ ഉത്തരവാദിത്വം ശോഭാ സുരേന്ദ്രന്റെ തലയിൽ കെട്ടിവെക്കാനാണ്. ശോഭാ സുരേന്ദ്രനും അവരുമായി ബന്ധപ്പെട്ട കൗൺസിലർമാരുമാണ് വോട്ട് മറിച്ചത്. അതുകൊണ്ടാണ് പാലക്കാട് കൃഷ്ണകുമാറിന്റെ തോൽവി ഉണ്ടായത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ദേശീയ തലത്തിൽ അന്വേഷണം വേണം, ദേശീയ പ്രഭാരിമാരെ ഉൾപ്പെടുത്തി അന്വേഷണം വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തോൽവിയിൽ നഗരസഭയ്ക്ക് പിഴവില്ല എന്ന് പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പറയുന്ന സാഹചര്യമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി എന്ന് പ്രമീള ശശിധരൻ തുറന്നടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതായത് പലപ്പോഴും വോട്ട് ചോദിക്കാൻ വേണ്ടി വീടുകളിലേക്ക് കയറി പോകുമ്പോൾ പാലക്കാട്ടെ BJP പ്രവർത്തകർ, BJP അണികൾ പറഞ്ഞു, കൃഷ്ണകുമാറിനെ അല്ലാതെ നിങ്ങൾക്ക് ആർക്കും വേറെ ആരെയും സ്ഥാനാർത്ഥിയായി കിട്ടിയില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് BJP സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു, സ്ഥാനാർത്ഥിയെ മാറ്റണം എന്ന്. ഇങ്ങനെ പ്രവർത്തകർക്കിടയിൽ ഇങ്ങനെയൊരു സംസാരമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. അതിനെതിരെ പക്ഷെ യാതൊരു നടപടിയും സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടില്ല എന്നും പറയുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന നയമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനടക്കം അങ്ങനെ ഒരു പെരുമാറ്റമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല നഗരസഭയുടെ ഭാഗത്തു നിന്നും പിഴവുണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നു. എന്തായാലും പാലക്കാട് BJPയുടെ തോൽവി BJPക്കുള്ളിൽ വലിയൊരു ആഭ്യന്തര കലഹത്തിന് വഴിവെച്ചിരിക്കുകയാണ്. BJP ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടുമോ, എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്ക് സാധ്യത ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തന്നെ പാലക്കാട് BJPയുമായി ബന്ധപ്പെട്ടുണ്ടാകാം.